ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അനുഭവം ഷെയറിങ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇൻഫോ എന്ന് പറയുന്നത് വീണ്ടും മൂത്രം തന്നെയാണ്. മൂത്രപ്പനിയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻഫോർമേഷൻ എന്നുള്ളത് എൻ്റെ ലൈഫിലുണ്ടായ ഒരു അനുഭവം. ഞാനിങ്ങനെ കിൻഡർ ഗാർഡനിൽ ഒരു മീറ്റിങ്ങിന് പോകുന്നു. മീറ്റിങ്ങിന് പോയിട്ട് മീറ്റിംഗ് 2 മണിക്കൂർ എടുത്തു. നമ്മൾ 1 മണിക്കൂർ എന്നുള്ള പ്ലാനിലാണ് പോയത്. പക്ഷേ 2 മണിക്കൂർ ആ തണുത്ത റൂമിലിങ്ങനെ ഇരുന്നിരുന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. അപ്പോൾ ഞാൻ കിൻഡർ ഗാർഡനിലെ ടീച്ചറുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ടോയ്ലറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചർ ആ ലൊക്കേഷനിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ പോയി നിന്ന് മൂത്രമൊഴിച്ചു. ഞാൻ അവിടെ പോയി നിന്ന് മൂത്രമൊഴിച്ചു. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയമാണ്. അപ്പോൾ നമ്മളിങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്ന സൗണ്ട് ഇവർക്ക് ഇവിടുന്ന് കേൾക്കാം. കൃന്ന സൗണ്ട് കേട്ടു. അപ്പോൾ കഴിഞ്ഞ് വന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ഞാൻ ഇറങ്ങി പോകുമ്പോൾ ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സോബിൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ആർ ഫ്രം ഇന്ത്യ. ഇവിടെ ഡോയ്സ്ലാൻഡിൽ നമ്മൾ ഇരുന്നൊഴിക്കണം. അതായത് ഇങ്ങനത്തെ ടോയ്ലറ്റുകളിൽ ഇരുന്നൊഴിക്കണം. നമ്മൾ നിന്നൊഴിക്കുമ്പോൾ യൂറിൻ പുറത്തേക്ക് സ്പില്ലാവും. അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ വളരെ നല്ല രീതിയിൽ എനിക്കത് പറഞ്ഞു തന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയത്. അതെനിക്കൊന്നുകൂടി അനുഭവപ്പെട്ടത് ഇതേപോലെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ SL സമയത്ത് ഒരു അറിയാവുന്ന ഒരാൾ വന്നിട്ട്, ഒരു വ്യക്തി, ആളുടെ പേര് പറയുന്നില്ല, സങ്കടമാകാൻ വേണ്ടിയിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു വ്യക്തി വീട്ടിലേക്ക് വരുന്നു, നമ്മളെ ഒരു മലയാളി ഫ്രണ്ട് വീട്ടിലേക്ക് വരുന്നു. അവൻ മൂത്രമൊഴിച്ച് പോയ രീതി ഞാൻ ഇതുവരെ എൻ്റെ കണ്ണിൽ നിന്ന് ആ ഒരു സീൻ പോയിട്ടില്ല. കാരണം അവനവിടെ നിന്നങ്ങ് മൂത്രമൊഴിച്ചു, ഫുള്ള് തെറിപ്പിച്ച്. അത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടോയ്ലറ്റുകളെല്ലാം ടോക്കണാണ്, എന്നുവെച്ചാൽ ഡ്രൈ ആണ്. എന്നുവെച്ചാൽ ഒരിക്കലും നമ്മുടെ നാട്ടിലെ പോലെ വെള്ളമൊന്നും ഇങ്ങനെ കെട്ടിക്കെടുക്കുന്നില്ല. പിന്നെ അടിയിൽ കാർപ്പറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ സാധാ ടോയ്ലറ്റിൽ നിന്ന് മൂത്രം ഒഴിക്കുമ്പോൾ ഇതൊക്കെയും പുറത്തേക്ക് തെറിക്കുകയും അതിൻ്റെ മണം അവിടെ ഉണ്ടാവും. പിന്നെ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം നമ്മുടെ വീട്ടിലിങ്ങനെ വന്നപ്പോൾ ഞങ്ങളിപ്പോൾ ടോയ്ലറ്റിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഇരുന്ന് മൂത്രമൊഴിക്കുക, അതായത് ടോയ്ലറ്റിൽ വരുമ്പോൾ ഇരുന്ന് മൂത്രമൊഴിക്കുക. അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കാരണം ജെൻസിന് സെപ്പറേറ്റ് നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ വീടുകളിലേക്കും പോകുമ്പോൾ തീർച്ചയായും ഈ ഒരു മിനിമം മാനേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അത് അല്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് മൂത്രമൊഴിച്ച് ഇറങ്ങി പോകുമ്പോൾ നമ്മളെക്കുറിച്ച് അവിടെ ഒരു ഡിസ്കഷൻ വരും. കാരണം ഇതൊന്നും അറിയില്ല എന്നുള്ളൊരു ഡിസ്കഷൻ വരും. അപ്പോൾ ഇതൊരു നല്ലൊരു ഇൻഫർമേഷനാണ്. കാരണം പലർക്കും ഇത് അറിയില്ല. അപ്പോൾ മാക്സിമം ട്രൈ ടു സിറ്റ് ബിഫോർ യു പീ. താങ്ക് യു.